ഇപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സമസ്ത നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നടന്നാൽ അത് അപകടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ സ്വാഭാവികമായും ഉസ്താദന്മാരുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചും പഠിച്ചും സമർപ്പിക്കും. അല്ലാതെ ഞങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനോ രണ്ട് തട്ടിലാക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ വളരെ സൗമ്യമായി ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ഞങ്ങളുടെ ഭാഗത്തൊരു അവിവേകം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം സംഘടനാപരമായ അച്ചടക്ക നടപടിക്ക് അതീതരെന്നുള്ള ഞങ്ങളെക്കുറിച്ച് ഉസ്താദുമാർ തീരുമാനമെടുക്കാൻ അർഹതയുള്ളവരാ. പക്ഷേ ഞങ്ങൾ അവരോടൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ സമൂഹത്തിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അഡ്ഹോക് കമ്മിറ്റി, അഡ്ഹോക് മീൻസ് ഒരു പ്രത്യേക പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക സമിതിയാണ്. അത് പിരിച്ചുകൂടി, ഈ പ്രശ്നം തീർന്നാലും പിരിച്ചുവിടാവുന്നേ ഉള്ളൂ. അങ്ങനെ അധ്യക്ഷനെ അവർ നിർത്തിയിട്ടില്ല, അതൊരു തോന്നലാണ്. സമസ്തയുടെ അധ്യക്ഷൻ അങ്ങനെ വിഭാഗത്തോടൊപ്പം ചേർന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ കൃത്യമായി സമയാസമയത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം CPM-നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ലല്ലോ. അത് തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. തീർച്ചയായും അവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന നേതൃത്വം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 3-4 നേതാക്കൾ അവർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടില്ല. അവരെല്ലാവരും ചേർത്ത് പിടിക്കണമെന്ന സമീപനം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോഴും ഇങ്ങനെ നീണ്ടുപോകുന്നത്. എല്ലാവരെയും കൂട്ടിപ്പിടിക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ലായിരിക്കാം. അവർ പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമത്തെ പാരവെക്കുന്ന ചില സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. കാരണം ഇപ്പോൾ CAC വിഷയം അതൊരു വലിയ വിഷയമാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, CAC വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന അന്തിമ തീരുമാനത്തോടൊപ്പം നമ്മളുണ്ടാവും. കാരണം സമസ്ത ഒരു വലിയ പ്രസ്ഥാനമാണ്, CAC ഒരു സംവിധാനമാണ്, ഒരു വിദ്യാഭ്യാസ സംവിധാനം സമസ്തയുടെ തണലിൽ വളർന്നു വന്നതാണ്. അതിനുവേണ്ടി അതിന്റെ ആളുകൾ കുറെ ത്യാഗം ചെയ്തിട്ടുണ്ട്, അത് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സംഘടനയേക്കാൾ അത് വലുതായി കൂടല്ലോ. സംഘടനയ്ക്ക് വിധേയമായിട്ടേ അത് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനനുസരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ മുഷാവറ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചർച്ച നടത്തുകയും പാണക്കാട് വെച്ച് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വിഷയം പൂർണ്ണമായി ഏൽപ്പിക്കുകയും ചെയ്തു. ഏൽപ്പിച്ചതിന് ശേഷം തങ്ങൾ അതിന്റെ നിർദ്ദേശമനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്ത സ്ഥാനത്ത് ഒരാളെ മാറ്റണമെന്ന് പറഞ്ഞു. തങ്ങൾ മാറ്റി. ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് പറയാണ്, ഉസ്താദുമാരും അതുപോലെ തന്നെ പാണക്കാട് തങ്ങളും കൂടിയാലോചിച്ച് CACയുടെ സെക്രട്ടറി ആയിട്ട് എന്നെ നിർദ്ദേശിച്ചിരുന്നു. ഞാനത് അംഗീകരിച്ചില്ല. ഞാനത് അംഗീകരിക്കാതിരിക്കാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം CAC എന്ന് പറയുന്ന സംവിധാനത്തിൽ അന്നത്തെ അവസ്ഥയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിൽ നിന്നോ അല്ലെങ്കിൽ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്നോ ഉത്തരവാദപ്പെട്ട ഒരു 5-6 പേര് അതിൽ മെമ്പർ ആവുകയാണെങ്കിൽ അവരെ കൂടെ ഞാൻ നിൽക്കാം. ഒറ്റയ്ക്ക് ഞാൻ പോയി നിൽക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഞാൻ മാത്രം പോയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല, അതുകൊണ്ട് എന്നെ ബലിയാടാക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ ഒഴിഞ്ഞു മാറിയ സാഹചര്യത്തിൽ തങ്ങൾ ഒരാളെ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ച ആളെക്കുറിച്ച് നമുക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ നേരിട്ട് തങ്ങളോട് പറയാം, നേരിട്ട് ഉസ്താദുമാരോട് പറയാം. അതിനു പകരം അത് പരസ്യമായി പറഞ്ഞു. പരസ്യമായി തങ്ങൾക്കതൊരു അപമാനമായി തോന്നി. കാരണം ആ രീതിയിലുള്ള ഒരു പ്രയോഗം തങ്ങൾ തീരുമാനിച്ച ഒരാൾക്കെതിരെ പ്രത്യക്ഷപ്പെട്ടു വന്നപ്പോൾ തങ്ങൾക്കതൊരു അപമാനമായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചർച്ച വീണ്ടും വഴിമുട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് പുറത്ത് ആദർശ സമ്മേളനം എന്ന പേരിൽ ഈ വിഷയം എടുത്തിട്ട് ചർച്ചയ്ക്ക് വന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു യാത്ര ബന്ധപ്പെട്ട സുന്നി സംഘത്തിന്റെ നേതാക്കൾ തുടങ്ങുമ്പോൾ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത്. എന്നിട്ടും ചില ആളുകൾ അതിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തങ്ങൾക്കത് വീണ്ടും വിഷമമുണ്ടാക്കി. ചർച്ച വീണ്ടും വഴിമുട്ടി. വീണ്ടും ചർച്ച ആരംഭിച്ചു. അങ്ങനെ ചർച്ച ആരംഭിച്ച് തങ്ങൾ അമേരിക്കയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ പ്രത്യേക പശ്ചാത്തലം. ആ പ്രത്യേക പശ്ചാത്തലം നടക്കുമ്പോൾ ഇവർ വീണ്ടും ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത അവസ്ഥയുണ്ടായി. അത് ഞങ്ങൾ റഷീദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കരുതെന്ന് പറഞ്ഞ് ഒരു മാസക്കാലം അത് നിർത്തിവെച്ചു. അവരെ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം സമത്വ ഒരു തീരുമാനമെടുക്കുന്നവരെ അവർ ആ രീതിയിൽ തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. അത് അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സംഘടനാ സംവിധാനമാണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ സമത്വ ഒരു തീരുമാനമെടുക്കുന്നവരെ ഒരു നല്ല സമീപനം സമസ്ത കേരള ജമിയത്തിലൂടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കണമായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ അഭിപ്രായം പൂക്കോട്ടൂറാണ് മാധ്യമങ്ങളെ കണ്ടത്. മുസ്ലിം സമുദായം സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിവിധ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ലീഗുമായി അഭിപ്രായ വ്യത്യാസമില്ല എന്നും പറഞ്ഞു വെക്കുന്നു. പ്രശ്നങ്ങൾ അത് പരിഹരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കിനി വയനാട്